ഇത് ന്യായമാണോ? ഇത് നിങ്ങൾ തന്നെ തിരിച്ചറിയാം. ഏറ്റവും വലിയ സങ്കടം ഈ ഫണ്ടില് ഇത് തിരിച്ച് ശുദ്ധമായ റോഡാക്കുന്നതിനുള്ള ഫണ്ടിങ്ങും ഉണ്ട്. പക്ഷെ ഒരു റോഡ് കുത്തിപ്പൊളിച്ചിട്ടുള്ളത് വീണ്ടും റോഡായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, നാളെ വരെ കണ്ടിട്ട് പോലുമില്ല. ശരി, 3,34,000 കിലോമീറ്റർ റോഡാണ് കേരളത്തിൽ ഇതര സർക്കാർക്കും പ്രൈവറ്റുമായിട്ടുള്ളത്. അതിൽ തന്നെ സഞ്ചാരയോഗ്യമായത് വെറും 10%. ആ റോഡ് കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിക്കുക, ആ നിർമ്മിച്ച് കഴിയുമ്പോൾ തന്നെ അത് പൊളിക്കുക. എന്തൊരു വിരോധാഭാസമാണ്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സിംഗിൾ വിൻഡോ എൻട്രി, അതായത് ഏകജാലക തത്വം ഉള്ള സർക്കാർ, ഒരു ചീഫ് സെക്രട്ടറിയും ഒരു മുഖ്യമന്ത്രിയും ഉള്ളപ്പം വാട്ടർ അതോറിറ്റി വേറെയാണോ? അത് വിദേശത്താണോ? അതോ PWD അങ്ങാണോ? നാഷണൽ ഹൈവേ വേറെയാണോ? ഇവരെന്താണ്? ഈ ജനങ്ങളുടെ കാശല്ലേ ഇത്? ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ദുർവിനിയോഗം ചെയ്ത് നമ്മളെ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ഈ നടപടി അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ജനങ്ങൾ ഇത് തിരിച്ചറിയുക. വോട്ട് ചെയ്യുമ്പോൾ ഓട്ടയാവാതിരിക്കുക. നന്ദി, നമസ്കാരം. ഇത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ചെയ്യേണ്ട ജോലിയാണ്. ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും ഇല്ല, PWD-കാരനില്ല, വാട്ടർ അതോറിറ്റി എഞ്ചിനീയേഴ്സ് ഇല്ല. ഇതാണ് സുഹൃതം. നികുതി കൊടുക്കുന്ന നാട്ടുകാരുടെ ഗതികേട്.